കാസർഗോഡിൽ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥയുമായി കാരാക്കോട്ടെ സാബു. ജൈവ പച്ചക്കറി കൃഷിയിൽ ഒരു പതിറ്റാണ്ടിലേറെയായി വിജയമാതൃക തീർത്ത സാബുവിനെ തേടി നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. കാർഷിക ജീവിതത്തോടൊപ്പം സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമാണ് ഈ കർഷകൻ. പിതാവിന്റെ പാത പിന്തുടർന്നാണ് മടിക്കൈ പഞ്ചായത്തിലെ കാരാക്കോട്ടെ സാബു പച്ചക്കറി കൃഷിയിലേക്ക് തിരിഞ്ഞത്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠനം കഴിഞ്ഞു വന്നാൽ പിതാവിന്റെ കൂടെ കൃഷിയിടത്തിൽ സജീവമായിരുന്നുവെന്ന് സാബു പറയുന്നു. ടാക്സി ഡ്രൈവറായി ജോലി നോക്കിയിരുന്നെങ്കിലും മാതാപിതാക്കളുടെ വിയോഗത്തിനു ശേഷം ഒരു സമ്പൂർണ്ണ കർഷകനായി മാറുകയായിരുന്നു. ഇത്തവണ സ്വന്തമായ 4 ഏക്കറിലാണ് കൃഷി. ഇതിൽ 1.5 ഏക്കറോളം പച്ചക്കറികളാണ്. കൃഷി ഒരിക്കലും നഷ്ടമല്ലെന്നും അത് ചെയ്യുന്ന രീതിക്കനുസരിച്ചായിരിക്കും വിജയമെന്നും സാബു പറയുന്നു. ജൈവ പച്ചക്കറി കഴിച്ച് വിഷരഹിത പച്ചക്കറി കഴിച്ച് നമുക്ക് നമ്മുടെ സമൂഹത്തിന് ഒരു ഗുണകരമാക്കുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനിയുള്ള കാലം ഇത്തരത്തിലുള്ള വിഷങ്ങൾ കഴിച്ച് ഇത്തരം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ മുമ്പിലും ക്ലിനിക്കുകളുടെ മുമ്പിലും ക്യൂ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം തീർക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. നമുക്കാവശ്യമായ പച്ചക്കറി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വരാൻ പോകുന്ന ഇത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. കഴിഞ്ഞ വർഷം വരെ 12 ഏക്കറോളം പാട്ടത്തിനെടുത്ത ഭൂമിയിൽ 25 ഇനങ്ങളോളം പച്ചക്കറികളാണ് ഉത്പാദിപ്പിച്ചത്. മുൻകാലങ്ങളിൽ ജോലിക്കാരെ വെച്ചായിരുന്നു കൃഷിയെങ്കിൽ ഇത്തവണ തനിച്ചാണ്. ചൂട് കൂടിയതിനാൽ രാവിലെയും വൈകിട്ടും പരിചരണം ആവശ്യമായി വരുന്നു. പൂർണ്ണമായും ജൈവ രീതിയിലാണ് പച്ചക്കറി കൃഷി. അക്ഷയശ്രീ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും സാബുവിനെ തേടിയെത്തിയിട്ടുണ്ട്. ഭാര്യ അമ്പിളിയും 4ാം തരം വിദ്യാർത്ഥി ഏഞ്ചലും കൃഷിയിൽ സാബുവിന് പിന്തുണയുമായി രംഗത്തുണ്ട്. കാർഷിക ജീവിതത്തോടൊപ്പം നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമാണ് സാബു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.